ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ആരാധനയിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഭവനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിൽ കൂടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വന്നുള്ള ഇടയ്ക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് അങ്ങയെ ആരാധിപ്പാനായി തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ അത്യവസാന തിരുസാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ യഥാർത്ഥമായി ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ അത്തരങ്ങളെ തുറക്കണം. ഞങ്ങൾ ഭവനത്തിൽ അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും അധികം പകരണം. യേശുവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമോത്തത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ 25-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 25. ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ അതിനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ.
മഹത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി ഇതിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടുപോകാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോടപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിലും സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നിങ്ങളുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് നമുക്ക് വിനയമായി പറയാം. നാമത് പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയിലും പിതാവേ, ഞങ്ങൾ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും ചേർന്നിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. രക്ഷമാരെ കുറ്റക്കാരാകണമേ. ഞങ്ങളെ പിഴയേറ്റവരെ ക്ഷമിക്കണമേ. ഞങ്ങളിൽ മേൽ ദൈവത്തോട് നീതിയോട് സുഖത്തോട് നടക്കേണ്ടത് സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം കൃപപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാക്കട്ടെ. ദൈവവചന ശുശ്രൂഷക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരിയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനം അവന്റെ കൈകളിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 15-ാമത്തെ സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 15. സങ്കീർത്തനം 15. 15-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രകാശമാണ്.
യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ഭക്ഷണത്തിനാണെങ്കിൽ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്ത വന്ന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഉണ്ടാവും കുരുങ്ങി പോകുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാമത്തെ പാഠം. ഒന്നാമത്തെ പാഠം വായിക്കും. പുസ്തകം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ അവന് മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാദത്തിൽ ഇരിക്കുകയായിരിക്കുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാദത്തിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനൻ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അത്താരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിലിരിപ്പീൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനിടല്ലോ നിങ്ങൾക്ക് അടിയന്റെ അടുക്കൽ കയറി വന്ന് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവൻ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. ഈ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇടയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ചു. ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിപ്പിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൽ കീഴിൽ സൂക്ഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാദത്തിൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. ഇങ്ങനെയാണ് 1-ാം പാഠഭാഗം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സക്രിയാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സക്രിയാവിൻ്റെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരു മുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ വൈതലെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് 2-ാമത്തെ പാഠഭാഗം വായിച്ച് കേൾക്കാം. സഹോദരപ്രിയെ നിലനിൽക്കട്ടെ. അതിഥിസൽക്കാരം മറക്കരുത്. അതിരാക്ഷികൾ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും തിളക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദൂതർപ്പുകാരെയും വിശുദ്ധായികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് വിദ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നും അവൻ തന്നെ അറിവ് ചെയ്തിരിക്കുന്നല്ലോ.
ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമ്മൾ ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നിങ്ങളുടെ രണ്ടാം ഭാഗം കേൾക്കാൻ അവസാനിക്കുന്നു. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഇപ്രകാരമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനായിലെ നഥനയേലും ശബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കഴിക്കുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് യേശുവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തലാകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുവനും നീ ആരെ എന്ന് അവനോട് ചോദിക്കാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നാം വായിച്ചു കേട്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ആകുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ജ്ഞാനകീർത്തനങ്ങൾ 188-ാമത്തെ പാട്ട് ചേർന്ന് പാടാം. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് പാടാം. കീർത്തനം 188. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം സഭയായി ഒരുമിക്ക് ചിന്തിക്കുന്നതായ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ ആതിഥേയത്വം എന്നുള്ളത് ആകുന്നുവല്ലോ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 3-ാമത് പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് അവിടെ കാണുവാനായി നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷത ആദ്യം മറിയയ്ക്കായിരുന്നു. മറിയ അത് മനസ്സിലാക്കി മറ്റ് ശിഷ്യരോട് അറിയിച്ചു. അവർ വിശ്വസിച്ചു. ഇത് ഞായറാഴ്ച പ്രഭാതത്തിൽ നടന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോൾ, ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ യേശു പ്രത്യക്ഷനാകുന്നു. ശിഷ്യർ വിശ്വസിക്കുന്നു. എന്നാൽ തോമസ് കൂടെ ഇല്ലായിരുന്നത് കൊണ്ട് തോമസ് വിശ്വസിച്ചില്ല. തുടർന്ന് 8 ദിവസം കഴിഞ്ഞ് തോമസും കൂടെയുള്ളപ്പോൾ യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷനായി തന്നെ കാട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെ ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനായ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെത്തുമ്പോൾ 3-ാമത് പ്രത്യക്ഷപ്പെടുന്നതായ സാഹചര്യം കാണുന്നു. ഇവിടെ ശിഷ്യന്മാർ മീൻ പിടിക്കുവാനായി പോകുകയാണ്. അതായത് തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്നു. മനുഷ്യനെ പിടിക്കുന്നതായ ദൈവികമായ ദൗത്യത്തിൽ നിന്ന് വീണ്ടും ലോകപ്രകാരമുള്ള ഉത്തരവാദിത്വങ്ങളിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇവിടെ തുടർന്നുള്ള വേദഭാഗങ്ങളൊക്കെ നാം ഒന്ന് പഠിച്ചാൽ ഈ ഒരു പ്രത്യക്ഷത പത്രോസിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഈ 21-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, അവൻ ശിഷ്യന്മാരുടെ ആ ഗ്രൂപ്പിൻ്റെ സാരഥ്യം അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുത്തിരുന്നു. അല്ലെങ്കിൽ ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരവനെ അനുഗമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ലീഡറായി, നേതാവായി അവൻ്റെ കഴിവിനാൽ അവൻ ഉയർന്നിരിക്കുന്നു. അവനെ അനുഗമിക്കുവാനായി ആളുകൾ ഒരുങ്ങിയിരിക്കുന്നു. ഇത് പത്രോസിൻ്റെ നേതൃത്വ ഗുണത്തെ മനസ്സിലാക്കാവുന്നതായ ഒരു വേദഭാഗമാണ്. എന്നാൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിഞ്ഞു പോകുന്നതായ ഒരു അനുഭവം തിരുവചനം വളരെ വ്യക്തമായി, യേശു കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിഞ്ഞ് പോകുവന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. എങ്കിലും ഇവിടെ നാം കാണുന്നത് പിന്തിരിഞ്ഞു പോകുന്നവനെയും തേടിയെത്തുന്നതായ ഒരു കർത്താവ് നമുക്കുണ്ട്. ഇവിടെ തേടിയെത്തുന്ന കർത്താവ് ഈ ശിഷ്യന്മാരെ ശകാരിക്കുന്നില്ല, അവരോട് ദേഷ്യത്തോടുകൂടി ഇടപെടുന്നില്ല. പകരം അവരുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഒരുക്കി നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. തുടർന്ന് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് വഴക്കിൻ്റെ അല്ലെങ്കിൽ വഴക്ക് പറയുന്നതായ രീതിയിലല്ല, പകരം ആത്മാർത്ഥതയോടെ, മൃദുവായി, സ്നേഹത്തോടുകൂടെ തൻ്റെ സാന്നിധ്യത്തിലേക്ക്, സാമീപ്യത്തിലേക്ക്, തൻ്റെ ശുശ്രൂഷയിലേക്ക് പത്രോസിനെ മടക്കിക്കൊണ്ടുവരുവാനായുള്ള ഒരു ശ്രമം. ഈ വേദഭാഗം 21-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ നാം വായിച്ച വേദഭാഗം നാം വായിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ആതിഥ്യം അരുളുന്നതായി കാണുവാൻ സാധിക്കും. ഈ ആതിഥ്യം അരുളുന്നതിലൂടെ തൻ്റെ ശുശ്രൂഷയുടെ പങ്കാളികളായി അവരെ വീണ്ടും ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുക്കുന്നതായ ഒരു പ്രവർത്തനമാണ്. ദൈവശാസ്ത്രപരമായി ഇതിനെക്കുറിച്ച് മിഷൻ ആസ് എ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാറുണ്ട്.
ആദിത്യ ദൗത്യം. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഈ കർത്താവ് കാണിച്ചതുപോലെയുള്ള ഈ ആദിത്യ ദൗത്യം, മിഷൻ ആസ് ഹോസ്പിറ്റാലിറ്റി, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഇടങ്ങളിൽ ചെയ്യുവാൻ സാധിക്കുന്നത്. എന്താണ് യേശു കർത്താവിൻ്റെ ആതിഥ്യം? അതിൻ്റെ പ്രത്യേകത നമുക്ക് ഒന്ന് ലളിതമായി ചിന്തിക്കുവാനായി ശ്രമിക്കാം. 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു കർത്താവ് അവരോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി കരയിൽ നിന്നുകൊണ്ട് അവരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതായ ഒരു ചിത്രമാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവ് അല്പനേരം അവരെ ശ്രദ്ധിച്ച് കാണും. അവരെന്താണ് ചെയ്യുന്നതെന്ന് സാഗൂതം ശ്രദ്ധാപൂർവം വീക്ഷിച്ചിട്ടുണ്ടാകാം. കുറേ നേരമായി മീൻ പിടിക്കുവാൻ ശ്രമിക്കുന്നു. മീൻ കിട്ടാതിരിക്കുന്നതൊക്കെ കർത്താവ് കണ്ടു. തുടർന്നാണ് കർത്താവ് അവരോട് സംസാരിക്കുവാനായി ഒരുങ്ങുന്നത്. ഈ വാക്യം നമ്മോട് പറയുന്നതായ പ്രധാനപ്പെട്ടതായ സംഭവം, പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചതുപോലെ നമ്മെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നാം അറിയുന്നില്ല എങ്കിലും നമ്മെ സാഗൂതം വീക്ഷിക്കുന്ന ഈ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അറിയുന്നു. ശിഷ്യന്മാരുടെ ആവശ്യം അറിഞ്ഞതായ കർത്താവ് നമ്മളുടെയും ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ അറിയുന്നു. എന്നാൽ ശിഷ്യന്മാർ ഇതൊന്നും അറിഞ്ഞില്ല. കർത്താവ് തങ്ങളെ വീക്ഷിക്കുന്നതും കർത്താവ് തങ്ങളെ ശ്രദ്ധിക്കുന്നതും ഒന്നും അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, നാമും കർത്താവിൻ്റെ ദൗത്യത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള ദൗത്യ മേഖലയിലുള്ള ആളുകളോട് സുവിശേഷം ഘോഷിക്കുവാനായി നമുക്ക് ഉത്തരവാദിത്വം ലഭിച്ചതായ മേഖലയുള്ള ആളുകളെ നാം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവരറിയാതെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനായി നാം ശ്രമിക്കണം. അവർ പക്ഷെങ്കിൽ അറിയുന്നില്ലായിരിക്കാം നാം അവരെ ശ്രദ്ധിക്കുന്നെന്ന്. എന്നാൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്, നാം അത് ചെയ്യണം. കർത്താവ് നമ്മോട് പറയുന്നു, ഓപ്പൺ യുവർ ഐസ് ടു സീ പീപ്പിൾ. മനുഷ്യരെ കാണുവാനായി നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ദൗത്യമാണ്. മറ്റുള്ളവരെ കാണുവാനായി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അവരിലേക്ക് കടന്നു ചെല്ലുവാനായി സാധിക്കത്തുള്ളൂ. ഇതിന് ഒരു മനഃപൂർവമായ ശ്രമം നാം നടത്തണം. ഇന്ന് ലോകം മുഴുവൻ COVID-19 ബാധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടും അനേക ആളുകൾ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്നവരായിട്ടുണ്ട്. നാം അവരെ കാണുവാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഈ തിരുവചനം നമ്മോട് ചോദിക്കും. തുടർന്ന് 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവരോട്, കുഞ്ഞുങ്ങളെ കഴിക്കുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. Respond to the need of people. Respond to the need of people by traveling with them. യേശുവിന് നിശ്ചയമായും അവർക്കാവശ്യമായ മീനിനെ നൽകുവാനായി കഴിവുണ്ട്. കാരണം നാം ഇവിടെ കാണുന്നു, അവർ കരയിൽ വന്ന് നോക്കുമ്പോൾ തീക്കനിൽ അപ്പവും മീനും ഇരിക്കുന്നത്. യേശു അവരോട് തന്നെ വെളിപ്പെടുത്തി അവർ ഏർപ്പെട്ടിരിക്കുന്ന അധ്വാനത്തിൽ നിന്ന് അവരെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശ്രമിക്കുന്നല്ല.
But we see Jesus who think in line with them and help them. അവരെ തിരിച്ചു വിളിക്കാതെ അവരുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ, അവരുടെ ആഗ്രഹങ്ങളിലൂടെ, ഇഷ്ടങ്ങളിലൂടെ ചിന്തിച്ച ചില കാര്യങ്ങൾ സംവദിക്കുന്നതായ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു തിരിച്ചു വിളിച്ചിരുന്നുവെങ്കിൽ, തന്നെ വെളിപ്പെടുത്തി ഇരുന്നെങ്കിൽ, അവരുടെ അധ്വാനം ഒട്ടും വിലമതിക്കാത്തതായ ഒരു പ്രവൃത്തിയായി അത് തീർന്നേനെ. മാത്രമല്ല, താൻ ആഗ്രഹിക്കുന്നതായ ഒരു ദൗത്യ പ്രഖ്യാപനത്തിൻ്റെ ഇടത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് അവരോടുകൂടെ ചേർന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ദൗത്യ മേഖലയിലും ദൈവം ഇതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പാർട്ടിസിപ്പേഷനാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ പുതിയ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, പകരം അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആതിഥേയന് മാത്രമല്ല ഉത്തരവാദിത്വമുള്ളത്, അതിഥിക്കുമുണ്ട്. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അംഗീകരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധിയെയും തൻ്റേതായി കണ്ട് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന കർത്താവിനെയൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. തന്നെ വെളിപ്പെടുത്തേണ്ടപ്പോൾ മാത്രം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൗത്യമേഖലയിൽ നാം ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് യേശു കർത്താവിനെ പോലെ അവനോടും അവൻ്റെ പ്രശ്നത്തോടും കൂടെ യാത്ര ചെയ്യുന്നത് അവനെ സഹായിക്കണം. We should value the effort of the people. പണം ആവശ്യമുള്ള ഒരാൾക്ക് പണം കൊടുക്കുക എന്നുള്ളതല്ല ദൗത്യ മിഷൻ. പകരം അവർക്ക് പണം കണ്ടെത്തക്ക രീതിയിൽ അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇന്ന് പലപ്പോഴും ഉപരിപ്ലവങ്ങളായ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മിഷൻ മുന്നോട്ട് പോകുന്നത് കാണാറുണ്ട്. ഇത് ആളുകളെ എപ്പോഴും ഡിപ്പെൻഡബിളാക്കി തീർക്കുവാനായി മാത്രമേ ഇടയാക്കുകയുള്ളൂ. ഒരുപക്ഷെങ്കിൽ നമ്മുടെ CSI സഭയ്ക്കും കുറേയൊക്കെ സംഭവിച്ചു പോയത് ഈ ഒരു കുഴപ്പമാണ്. മിഷണറിമാർ വന്നു, അവരെല്ലാം നമുക്ക് നൽകി, പള്ളി നൽകി, പള്ളിക്ക് പുരയിടങ്ങൾ നൽകി, അതിൽ നിന്ന് ധന ആഗമനത്തിനുള്ള അനേക മാർഗങ്ങളൊക്കെ തന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഒത്തിരി മടിയന്മാരും അലസരുമായി തീർന്നു. ഇന്ന് ആംഗ്ലിക്കൻ സഭ പകർന്നതായ അല്ലെങ്കിൽ നൽകിയതായിട്ടുള്ള വസ്തുവിൻ്റെയും ഇന്ന് നമുക്കുള്ള വസ്തുവിൻ്റെയും ആസ്തി ഒന്ന് പരിശോധിച്ചാൽ എത്രയെത്ര നഷ്ടപ്പെട്ടു പോകുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ചിലത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നതിനപ്പുറമായി അത് തന്നെത്താൻ കണ്ടെത്തി ഭക്ഷിക്കുവാനായി ഒരുക്കേണ്ടതും ദൗത്യ ഉത്തരവാദിത്വമാണ്. യേശു അവരോട് ആവശ്യം ചോദിച്ച് അവരോട് പറയുന്നു, നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്തേക്ക് വലയിറക്കുക. അവർ വലയെറിഞ്ഞ് മീൻ പിടിച്ചപ്പോഴാണ് കർത്താവാണ് കരയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ സഹായിക്കുക എന്നത് ദൗത്യമാണ് എങ്കിൽ ഇവിടെ അവരോടുകൂടെ നടന്നെങ്കിൽ മാത്രമേ ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തിരുവചന വേദഭാഗം നമ്മോട് പറയുന്നു. റെസ്പോണ്ട് ടു ദ നീഡ് ഓഫ് പീപ്പിൾ ബൈ ട്രാവലിംഗ് വിത്ത് ദം. മൂന്നാമതായി അതിനടുത്തുള്ളതായ വാക്യത്തിൽ നാം കാണുന്നു, 9-ാമത്തെ വാക്യത്തിൽ, കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. യേശു അവരുടെ പറഞ്ഞു. അവർ കരയിലെത്തി തങ്ങൾ പിടിച്ച മീനെ തയ്യാറാക്കിയൊക്കെ എടുക്കാനായി സമയമേറെ എടുത്തേനെ. കർത്താവ് അവരുടെ വിശപ്പിനെ അറിഞ്ഞ് അവർക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കി വെച്ചിരിക്കുന്നു. അവരുടെ
പ്രാഥമികമായ ആവശ്യം വിശപ്പ് എന്ന് മനസ്സിലാക്കിയ കർത്താവ് ആ വിശപ്പിനെ മാറ്റുവാനുള്ളത് നൽകുന്നു. തുടർന്ന് തങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയിൽ നിന്നുണ്ടായ, അതായത് എന്തെങ്കിലും ചെയ്യുവാനുള്ള വിശപ്പിനെ തീർക്കുവാൻ തക്കവണ്ണം തൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ള ദൗത്യം അവർക്ക് പകരുന്നു. Jesus know the hunger of the people. So Jesus asked us to feed them before giving them the mission. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ പലതിനെ ചൊല്ലിയുള്ള വിശപ്പുകളുണ്ട്. പ്രാഥമികമായ ആവശ്യങ്ങളെ കുറിച്ചുള്ള വിശപ്പുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്യുവാനില്ലാതെ, പ്രവർത്തിപ്പാനില്ലാതെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉള്ളതായ ഒരു വിശപ്പ്. ദൈവം ഇതിനെ രണ്ടിനെയും അറിയുന്നു. യേശു കർത്താവ് പ്രാഥമിക ആവശ്യങ്ങളെ നിറവേറ്റുന്നതെന്ന് പ്രവർത്തിക്കുവാനായി ഉത്തരവാദിത്വത്തെ കൊടുക്കുന്നു. മിഷനിലും ദൗത്യമേഖലകളിലും ആളുകളുടെ വിശപ്പ് തിരിച്ചറിയണമെങ്കിൽ നാം അവരോട് കൂടെ നടന്നെങ്കിലേ മതിയാകും. ജനങ്ങളെ ഫീഡ് ചെയ്യുവാനായി, ഭക്ഷണം കൊടുക്കുവാനായി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഇടത്തും ഒക്കെ കർത്താവ് പറയുന്നു അവരെ പോഷിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വിശപ്പ് മാറ്റിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ചില ആവശ്യങ്ങൾ ഉടനെയുള്ളതാണ്, മറ്റു ചിലത് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ആവശ്യമാണ്. ഇവയെല്ലാം നേടുവാൻ തക്കവണ്ണം ആളുകളെ ഒരുക്കുവാനായി നമുക്കിടയാകണം. അതിന് ഈ ക്രിസ്തുവിൻ്റെ ആതിഥേയത്വത്തിൻ്റെ മാതൃക നമുക്ക് അനുഗമിക്കുവാനായി അല്ലെങ്കിൽ പിൻപറ്റുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഉത്തമരായ അതിഥികളായി നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മുടെ ദൗത്യമേഖലയിലുള്ള ആളുകൾക്ക് ഇടയിൽ നമുക്ക് അപ്രകാരമായി തീരുവാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. പല കാര്യങ്ങളും ചെയ്യുവാൻ, കൊടുക്കുവാൻ എളുപ്പമാണ്. എന്നാൽ കൂടെ നടന്ന് മനസ്സിലാക്കി ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ നാളിൽ കർത്താവ് അതാണ് നമ്മോട് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. ജനത്തോടുകൂടെ നടക്കുക, അവരുടെ ആവശ്യങ്ങളെ അറിയുക, ആവശ്യങ്ങൾക്ക് തക്കവണ്ണം പ്രതികരിക്കുക. ഇതാ കർത്താവിൻ്റെ ആതിഥേയത്വ മാതൃക. ഈ നാളുകളിൽ ഈ തിരുവചന വേദഭാഗത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇന്ന് അനേക ആളുകൾ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നിമിത്തം ഭാരപ്പെടുക. നാം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ അതൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കൂ. പലപ്പോഴും നാം നമുക്കുള്ളതിൽ മാത്രം ഒതുങ്ങിക്കൂടി ശ്രദ്ധിക്കുവാൻ ഒരുമ്പെടാതെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായുള്ള ദൗത്യത്തെ, ഉത്തരവാദിത്വത്തെ നഷ്ടപ്പെട്ടു പോകുകയാണ്. അതിനല്ല, ഈ നാളുകളിൽ നമ്മുടെ ദൗത്യം എന്ത് എന്നുള്ള ബോധ്യം വരുത്തി അതിനായി നമ്മുടെ ചുറ്റുപാടുകളെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിൻ്റെ സംഗതികളെ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകൾ കൂടെ ഒരുമിച്ച് ഏറ്റു പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പരിശുദ്ധാത്മാവിൽ ബാധിക്കപ്പെട്ട് ജനിച്ച് കഷ്ടപ്പെട്ട് മരിച്ചു കടപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചതും പിന്നെ എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പ്രത്യുതാവാദിക്കുന്നു. അവിടെ ജീവനിൽ വീണ്ടും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിലും പാപത്തിലും ശരീരപ്രധാനത്തിലും ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താവേ ദുഷ്ടങ്ങളെ ഉപയോഗിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഉയർപ്പിന് പിമ്പ് 2-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേകമായുള്ള അപേക്ഷയും പാഠങ്ങളും
ജീവന്റെ നാഥനായ ദൈവമേ, ഞങ്ങൾ നിന്നോടകുന്ന ശത്രുതയിലായിരിക്കുമ്പോഴും നിന്റെ പുത്രനായ യേശുക്രിസ്തു നിരന്തര സംസ്കൃതത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആവശ്യത്തിലിരിക്കുന്നവരുമായ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അന്യർക്കും ആതിഥ്യം നൽകുന്നതിനും അന്യോന്യം സ്നേഹത്തിൽ സഹോദരരായി വർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് എന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്കിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാനുള്ള അവസരമാകുന്നുവല്ലോ. നാം ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ഭാരങ്ങളെയും വ്യക്തമായി അറിയുന്ന കർത്താവ്, നമ്മോട് ചേർന്ന് നടക്കുന്നതായ കർത്താവ്, നമ്മളെ ശ്രദ്ധിക്കുവാനായി നമ്മളെ കേൾക്കുവാനായി ഒരുക്കമുള്ള കർത്താവ് നമ്മോട് സംവദിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാണ്, എന്നെ ഭാരപ്പെടുന്നത് ഇന്നതാണ് എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഹാർട്ടിൻ്റെ ഓപ്പറേഷന് ശേഷം തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ വിശ്രമിക്കുന്ന VI ജേക്കബ് രാഞ്ചാനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. പരിപൂർണമായ സൗഖ്യം ദൈവദാസന് കർത്താവ് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പല ആളുകൾ കോവിഡ് ഭീതിയാൽ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെയും എന്നെ വിളിച്ച് അവരുടെ ബന്ധുക്കളായുള്ള ചില ആളുകൾ ഗൾഫിൻ്റെ മേഖലയിൽ മറ്റിടങ്ങളിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ഐസൊലേഷനിൽ കഴിയുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെയുള്ളവരെ ഓർക്കാം. ലോകത്തെമ്പാടും ആശുപത്രിയിൽ വസിക്കുന്ന കോവിഡ് രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്ന നേഴ്സസിനെയും ഡോക്ടേഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ എഫക്റ്റീവായിട്ട് തടയിടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ കൊണ്ട് മാത്രം സാധ്യമാകുകയില്ല. തക്കതായുള്ള മരുന്നുകൾ കണ്ടെത്തണം. നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൻ്റെ ക്ഷീണതയിലായിരിക്കുന്ന എല്ലാവരും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ശാരീരിക ക്ലേശങ്ങളോട് ആയിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. മേഴ്സിമാമയുടെ മാതാവ് ആശുപത്രിയിൽ നിന്ന് ഭവനത്തിലെത്തി വിശ്രമിക്കുന്നവരല്ലോ, പ്രിയദാസിയെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. മറ്റേ ക്ഷീണതയിലുള്ള ആളുകളെയൊക്കെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ് ബലവും വിടുതലും കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെ സമ്പൂർണ്ണമായ ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. പട്ടക്കാരെ, ശുശ്രൂഷകരെ, ബിഷപ്പ് തിരുമേനിയെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ അധികാരികളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, പ്രധാനമന്ത്രി എല്ലാവരെയും ഓർക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പോഴുള്ള പരിതസ്ഥിതികളെയൊക്കെ ഏറ്റവും നല്ലവണ്ണം നേരിടുവാനുള്ള കൃപ കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവെയുള്ള സ്തോത്ര പ്രാർത്ഥന, നമ്മുടെ അപേക്ഷകളെ ദൈവകരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവാശക്തിയുള്ള ദൈവമേ, സകലരുടെയും പിതാവേ, അയോഗ്യരാടിയാരുടെ സ്ഥലം ചൂട് നിനക്കുള്ള സ്ഥലം വെക്കാട് ആർദ്ദരണയ്ക്ക് മഹാനും മനഃപൂർവ്വമുള്ള സ്തോത്രം. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്ന ന്യായത്തിലെ സ്ഥലങ്ങൾക്കും എല്ലാവരും മേല ഞങ്ങളെ കർത്താവ് മൂലം ഞങ്ങളെ വീണ്ടെടുത്തു
കൃപാവഴിക്ക് വേണ്ടിയും മതത്തിൽ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായപ്പെടാതുള്ളതായി തീരേണ്ടതിന് നിന്നെ സ്ത്രീക്ക് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിർവാഹം അങ്ങനെ ഞങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനോട് നീ നൃത്തപ്പെടുത്തേണ്ടതിന് നിന്റെ കണ്ണുകളെ കുറിച്ചും തക്കതായ ബോധങ്ങൾ തരണമെന്ന് മൂലം ഞങ്ങളുടെ അപേക്ഷിക്കുന്നു. അവന്റെ പശ്ചാത്താപനും സകല ബഹുമാനവും മൗതവും കാലാവസ്ഥയോടെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി നിലവിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നെന്ന് അവർ കണ്ടറിയുവാനും വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളണമേ. ഞങ്ങളെല്ലാവരും ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആരാധനയ്ക്കായിട്ട് സഭയിൽ കൂടി വരുവാനായിട്ട് നമുക്ക് ഇതുവരെയും അവസരം ലഭിച്ചിട്ടില്ല. മെയ് 3-ാം തീയതിക്ക് ശേഷവും അത് ലഭ്യമാകുമോ എന്നുള്ളതിൽ ഏറെ സംശയങ്ങളോടുകൂടി ആയിരിക്കുന്നു. സഭയുടേതായുള്ള വിവിധ ആവശ്യങ്ങൾ കൈത്താങ്ങ് നൽകുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആരാധനയിൽ കടന്നു വരുവാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നില്ല എങ്കിലും അഭ്യാര ബേവിച്ചാന് നിങ്ങളുടെ ഭവനങ്ങളിലെത്തുമ്പോഴൊക്കെ നിങ്ങൾ കവറുകൾ നൽകി, നിങ്ങളുടെ കാഴ്ചകൾ നൽകി നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ നല്ല മനസ്സിനായി നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കരുതലിനായിട്ട് സഭയുടെ ശുശ്രൂഷയോട് നിങ്ങളുടെ പ്രത്യേക താല്പര്യത്തിനായുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇത് നമുക്ക് തുടരുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ നൽകുന്നതായിട്ടുള്ള നമ്മുടെ യുവജന സുഹൃത്തുക്കളോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അരുൺ നബി ഡേവിഡ്, ഓർഗൻ വായിച്ച് സഹായിക്കുന്ന ജിനു സാം ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ കൂടെ ഇരിക്കുന്ന ഡെബറ്റോ ബെന്നി, എല്ലാവരോടുമുള്ള കൃത്യമായുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ബേബിജാനോടുള്ള കൃത്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ജ്ഞാനകീർത്തനത്തിൽ 288-ാമത്തെ കീർത്തനം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നതാണ്. കീർത്തനം 288. കാരുണ്യവാൻ വിളിക്കുന്നു പാപി വരിക, അൽക്ഷണം വരൂ. നമുക്ക് ദാനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്കിലും സമാധാനവും സംപ്രീതിയും
വർദ്ധിച്ച് വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്നതിന് നിങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുള്ള ഹൃദയങ്ങളിലേക്ക് നമുക്ക് ആശീർവാദത്തെ സ്വീകരിക്കാം. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഗീതം 16 പാടി നമുക്ക് റിസപ്ഷന് വേണ്ടി ഒരുങ്ങാം. ഗീതം 16. കർത്താവ്